പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദ അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ കിസ് ഓൺ വീൽസ് സാൻഡോ മിഷൻ ക്വിസ് ടീമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലകളുടെ പാരമ്പര്യവും വിശ്വാസവും ഒട്ടും ചോർന്നു പോകരുത് എന്ന വിശ്വാസത്തോടുകൂടി പാലക്കാടിന്റെ മഹത്വം തന്റെ തലമുറയെ കാണിക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നും ഒരു പറ്റം ജനങ്ങൾ ആ വിശ്വാസത്തിൽ തുടരുകയാണ്. മണ്ണും ആറും കാടും ചേർന്നതാണ് മണ്ണാർക്കാട് എന്ന പഴമക്കാരുടെ വാമൊഴിയെ അവഗണിക്കാൻ കഴിയില്ല എന്ന് കാണിച്ചു തരുന്നതാണ് പാലക്കാടിന്റെ ചുരവും മലനിരകളും മലമ്പുഴയുമെല്ലാം. സമ്മാനങ്ങളെല്ലാമായി MSTയുടെ പ്രേഷിത വാഹിനി എത്തി നിൽക്കുന്നത് പാലക്കാട് രൂപതയിലെ മണ്ണാർക്കാട് ഹോളി സ്പിരിറ്റ് ഫൊറോന ചർച്ചിന്റെ മുന്നിലാണ്. നല്ലൊരു കാലാവസ്ഥ അല്ലേ? ആ കാലാവസ്ഥയ്ക്കൊപ്പം ചിരിക്കുന്ന കുറേ മുഖങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. ഈ സന്തോഷത്തിൽ നമുക്കൊപ്പം പങ്കുചേരുവാൻ, നമ്മോട് ആശംസകൾ അറിയിച്ച് സംസാരിക്കുവാനുമായി എത്തുന്നത് മണ്ണാർക്കാട് ഫൊറോന അനിമേറ്റർ സിസ്റ്റർ ദീപ OP ആണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ MSTയുടെ ഈ പ്രേഷിത വാഹിനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാന്തോ മിഷൻ മീഡിയയും ഷാലോം ടെലിവിഷൻ TVയും ഒരുമിച്ച് ചേർന്ന് പാലക്കാട് രൂപതയിലെ CML സംഘടനയുമായി സഹകരിച്ച് നടത്തുന്ന മിഷൻ കിസ് ടൈൻമെൻറ്റ് പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയവും നന്മയും ആശംസിക്കുന്നു. അതോടൊപ്പം ഈ പ്രോഗ്രാം വഴിയായി മിഷൻ പ്രവർത്തനങ്ങളും സഭയും CML സംഘടനയും ലോകം മുഴുവനും അറിയപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നല്ലൊരു ആശംസയും കേട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പാർട്ടിസിപ്പൻസിന് MSTയുടെ പ്രേഷിത വാഹിനിയിലേക്ക് ക്ഷണിച്ചാലോ? പിന്നെന്തേ, അവരെന്തേ? നമുക്ക് ഇവിടെ 4 പാർട്ടിസിപ്പൻസ് ആണോ ഉള്ളത്. നമുക്ക് ഏറെ സ്നേഹത്തോടെ തന്നെ നമുക്ക് നമ്മുടെ വേദിയിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ ഇന്നത്തെ 4 പാർട്ടിസിപ്പൻസ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചു നിൽക്കാണ്. ചിരിക്ക് ചെറിയൊരു കുറവുണ്ടോ? ഒന്ന് ചിരിച്ചേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ പേരും ഇടവകയും പറഞ്ഞ് ഇവരൊന്ന് പരിചയപ്പെടുത്തിക്കോ. തുടങ്ങിക്കോ. എൻ്റെ പേര് അന്ന മിന്നി, ഞാൻ ശ്രീകൃഷ്ണപുരം ഇടവക അംഗമാണ്. എൻ്റെ പേര് നിയ മരിയ, ഞാൻ ഹോളി സ്പിരിറ്റ് ഫൊറോന ചർച്ച് ഇടവക അംഗമാണ്. എൻ്റെ പേര് ആർഷ തോമസ്, ഞാൻ കണ്ടമംഗലം ക്രിസ്തുരാജ ഇടവക അംഗമാണ്. എൻ്റെ പേര് ജെയിൻ നോബിൾ, ഞാൻ കുമരംപുത്തൂർ ഇടവകയിലെ അംഗമാണ്. ഞങ്ങൾക്ക് ഇതിൽ ഒരാളെയാണ് പ്രേഷിത വാഹിനിയിൽ കയറ്റാൻ കഴിയും. അപ്പോൾ ആർക്ക് കയറണം ആദ്യം? അല്ലെങ്കിൽ വേണ്ട, അവരോട് ചോദിക്കണ്ട അല്ലേ? നിങ്ങളോടും ചോദിക്കുന്നില്ല അല്ലേ? അതും ശരിയല്ലല്ലോ. അത് ശരിയല്ല. നമുക്കൊരു ഗെയിം വെച്ചാലോ? നമുക്ക് ഇതിനകത്ത് ആരാണ് ജയിക്കുന്നത് അവരെ നമുക്ക് നമ്മുടെ MSTയുടെ പ്രേഷിത വാഹിനിയിലേക്ക് കയറ്റാം. ഓക്കെ അല്ലേ? ഗെയിം നടത്തിക്കോട്ടെ. എന്നാ വിശുദ്ധന്മാരെയും വിശുദ്ധരെയും പരിചയമുണ്ടോ? ഇല്ലേ? ഉണ്ട്. 4 പേർക്കും പരിചയമുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഗെയിം ഇങ്ങനെയാണ്. 8 സെക്കൻഡ് സമയം തരും. ഈ സമയത്തിനുള്ളിൽ
ഏറ്റവും കൂടുതൽ വിശുദ്ധരുടെ പേര് പറയുന്ന ആളായിരിക്കും ആദ്യം നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സിമ്പിളായി പോയോ? കുഴപ്പമില്ല അല്ലേ? അപ്പൊ നമ്മുടെ ഗെയിം തുടങ്ങാം. സോ ടൈം സ്റ്റാർട്ട്സ് നൗ. വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ മത്തായി, വിശുദ്ധ മാർക്കോസ്, വിശുദ്ധ പൗലോസ്, വിശുദ്ധ പത്രോസ്, വിശുദ്ധ പാദ്രെ പിയോ. വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ എബ്രാസ്യാമ. സ്റ്റോപ്പ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ വിൻസെന്റ് ഡി പോൾ, വിശുദ്ധ അൽഫോൻസ് ലിഗോരി. സ്റ്റോപ്പ്. വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ തോമസ് ലീഹ, വിശുദ്ധ യോഹന്നാൻ. ഓക്കെ, ആരാ ജയിച്ചത്? നമ്മുടെ ചേട്ടൻ ഇടവകയുടെ പേര് അടക്കമാണ് പറഞ്ഞിരിക്കുന്നത്. കൊള്ളാം. ചേച്ചിമാര് പോരാട്ടോ, സാരല്ല, കുറച്ച് കഴിയുമ്പോൾ വേറെ ചോദ്യങ്ങൾ വരും, അപ്പോഴത്തേക്കും കുറച്ചും കൂടി എനർജറ്റിക് ആയാൽ മതി. അപ്പൊ ജയിച്ച ചേച്ചി അന്ന മിന്നിയാണ് അല്ലേ? അപ്പൊ ബാക്കി 3 പാർട്ടിസിപ്പൻസും നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾക്ക് വേറെ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് സീറ്റിലേക്ക് മടങ്ങാം. അന്ന മിന്നി പ്രേക്ഷിത വാഹനം കയറാനായിട്ട് അവിടെ നിൽക്കാം. ഓക്കെ അല്ലേ? അന്ന മിന്നിയുടെ മനോഹരമായിട്ടുള്ള ഒരു പ്രൊഫൈൽ ഞങ്ങളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. തങ്കു, നമുക്കിനി അത് കണ്ടാലോ? കാണാം. നമുക്കെന്നാ പ്രൊഫൈല് കാണാം. ഹായ്, എൻ്റെ പേര് അന്ന മിന്നി. ഞാൻ വരുന്നത് നിങ്ങൾ ഈ കാണുന്ന പോലെ അതിമനോഹരമായ പാടശേഖരങ്ങളൊക്കെയുള്ള പാലക്കാട് ജില്ലയിൽ നിന്നാണ്. പാലക്കാട് ജില്ലയിൽ തന്നെ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് എൻ്റേത്. ശ്രീകൃഷ്ണപുരം എന്നാണ് എൻ്റെ ഗ്രാമത്തിൻ്റെ പേര്. അവിടുത്തെ ഒരു കൊച്ചു കുടുംബമാണ് എൻ്റെ കുടുംബം. എൻ്റെ കുടുംബത്തിൽ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, അനിയൻ, അനിയത്തി ഇവരൊക്കെയാണ് ഉള്ളത്. അങ്ങനെ ഭയങ്കര ഒരു സ്നേഹത്തിലും ഭയങ്കര ഒരു കൂട്ടായ്മയിലും ഒക്കെ എന്നെ വളർത്തിയതും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഇടവയ്ക്കൊക്കെ ഒരുപാട് പങ്കുണ്ട്. നല്ല സ്ഥലത്ത് നല്ല ആളുകൾ കൂടുമ്പോഴാണ് എല്ലാം മനോഹരമാകുന്നത്. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. എൻ്റെ അപ്പനും അമ്മയും കൃഷിക്കാരാണ്. എൻ്റെ നാട്ടിലെ മിക്കവാറും പേരും ഒക്കെ കൃഷി തന്നെയാണ് തൊഴിലായിട്ട് ചെയ്യുന്നത്. കൃഷി തുടങ്ങുമ്പോഴായാലും അവസാനിക്കുമ്പോഴായാലും ഉടനീളം എല്ലാവരുടെയും കൂടെ നിൽക്കുന്നത് നല്ല തമ്പുരാനായ ദൈവം തന്നെയാണ്. അപ്പോൾ എൻ്റെ നാട്ടുകാരും എൻ്റെ മാതാപിതാക്കളും ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നതും ഞാൻ കൂടുതൽ ദൈവത്തോട് അടുക്കുകയൊക്കെ ചെയ്തത്. അതിൽ എൻ്റെ ഇടവക പള്ളിക്കും ഒരുപാട് പങ്കുണ്ട്. എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് തുടങ്ങി ഇന്ന് ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ ഇടവകയും കൂടെയാണ്. അപ്പോ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയില്ലേ? ഇല്ലേ? ചേച്ചിക്ക് കണ്ടില്ലാന്നൊന്നും കിട്ടിയില്ലേ? കിട്ടി തലയാട്ടാൻ മറന്നതല്ലേ? അപ്പൊ ചേച്ചിക്ക് എല്ലാവർക്കും ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ക്വിസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പോരെ തങ്കു? അത് മതി. നമുക്കെന്നാ നമ്മുടെ MSTയുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് കയറിയാലോ? ഉറപ്പായിട്ടും ഓടി കയറിക്കോ. അപ്പൊ എങ്ങനെയാ നമ്മുടെ അന്നാമിനി, നമുക്ക് റൗണ്ടൊക്കെ ആരംഭിച്ചാലോ? ആരംഭിക്കാം. റൗണ്ടുകളെ കുറിച്ചൊക്കെ അറിയത്തില്ലേ? എത്ര റൂൾസ് എങ്ങനെയാണ്, എത്ര റൗണ്ട് ഉണ്ടെന്നൊക്കെ അറിയാവോ? അറിയാം. എന്തായാലും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പരിചയപ്പെടുത്തി തരാം. നമുക്ക് 4 റൗണ്ടുകളിലായിട്ട് 6 ചോദ്യങ്ങൾ ഉണ്ടാകും. കൂടാതെ രൂപതയോ ഇടവകയോ സംബന്ധിക്കുന്ന 7ാമതായിട്ടുള്ള ഒരു ചോദ്യവും കൂടെ കാണും. പക്ഷെ ഓരോ റൗണ്ടിനും കൃത്യമായി ഉത്തരം പറഞ്ഞാലേ ഓരോ റൗണ്ടിനു ശേഷവും സമ്മാനങ്ങൾ ലഭിക്കുകയുള്ളൂ. 7 ചോദ്യങ്ങൾക്കും കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞാൽ മാത്രമേ മെമൻറ്റോയും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും ലഭിക്കുകയുള്ളൂ. ഇനി ഞങ്ങൾ ഓരോ റൗണ്ടിനെ കുറിച്ചും കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 4 റൗണ്ടുകളാണുള്ളത്. അതിൽ ഏതാദ്യം വേണം എന്നുള്ളത് അന്നാമിന്നിയുടെ ഓപ്ഷനാണ്. നമുക്കിവിടെ കൊടുത്തേക്കുന്നത് ജെറുസലേം റൗണ്ടാണ് ആദ്യം. അതെന്ന് പറയുന്നത് സഭാ ചരിത്രത്തെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് ജെറുസലേം റൗണ്ട്. തോമസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. വിഷ്വൽ റൗണ്ടാണ് ജെറീക്കോ റൗണ്ട്. വിശുദ്ധരെയും വാഴ്ത്തപ്പെട്ടവരെയും എല്ലാം പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഇതിൽ 4 റൗണ്ടിൽ ഏതാദ്യം വേണമെന്ന് അന്നയ്ക്ക് ചൂസ് ചെയ്യാം. അതായത് ആദ്യം ജെറുസലേം ആണ് ഇഷ്ടമെങ്കിൽ ജെറുസലേം, ജെറീക്കോ, അഡ്ജൻഡസ്, അല്ലെങ്കിൽ ഇനി മാർഗമാണ് ആദ്യം ഇഷ്ടമെങ്കിൽ മാർഗം, ജെറുസലേം, ജെറിക്കോ, അങ്ങനെ ഏത് ഓർഡർ വേണമെന്ന്
അന്നയുടെ ഇഷ്ടമാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ അന്നയ്ക്ക് മാത്രം ചോദ്യം കൊടുത്താൽ പോരല്ലോ തങ്കു. അതുപോരാ, നിങ്ങൾ ഇവിടെ ഏറെ ശ്രദ്ധയോടെ ഇരിക്കുക നമുക്ക് എന്നാ കിട്ടുമെന്ന് അല്ലേ. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. ദേ ഇവിടെ ഇരിക്കുന്ന ഈ ഗിഫ്റ്റ് കണ്ടോ? ഈ ഗിഫ്റ്റ് നമ്മുടെ പാർട്ടിസിപ്പൻസിന് മാത്രം ഉള്ളതല്ല, നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. പക്ഷെ അതിന് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞാൽ മാത്രം മതി. നിങ്ങൾ റെഡിയല്ലേ? റെഡിയാണ്. അന്ന ഇവിടെ റെഡിയാണ്. സോ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ഈ 4 റൗണ്ടിൽ ഏത് റൗണ്ടാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്? ജെറുസലേം റൗണ്ട്. ഈ റൗണ്ടിൽ 2 ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനും. ആദ്യത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ഏത് മാർപ്പാപ്പയാണ് മലബാർ സഭയിലെ സുറിയാനിക്കാരെ 2 വികാരിയത്തുകളായി തിരിച്ചത്? ഓപ്ഷൻ: പയസ് 9 മാർപ്പാപ്പ, ലയോ 13 മാർപ്പാപ്പ, പയസ് 10 മാർപ്പാപ്പ, ബെനഡിക്ട് 15 മാർപ്പാപ്പ. ലയോ 13 മാർപ്പാപ്പ. സംശയങ്ങളൊന്നുമില്ലാതെ ഉത്തരം ഉറപ്പിക്കുവാണോ? ഉറപ്പിക്കാം. അന്ന് എന്തായാലും ആദ്യത്തെ ചോദ്യത്തിന് ആദ്യം പറഞ്ഞ ആൻസർ അല്ലേ, അപ്പൊ അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഉത്തരം ശരിയാണ്. ലയോ 13 മാർപ്പാപ്പ എന്നാണ് ഉത്തരം. പക്ഷെ ഈ റൗണ്ടിൽ ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ആ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ലത്തീൻ സഭ ഹൈറാർക്കി സ്ഥാപിതമായത് എന്ന് സ്ഥാപിച്ച മാർപ്പാപ്പ? ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ അന്നാമിന്നി ചിന്തിച്ച് കൃത്യമായൊരു ഉത്തരം വേണം പറയാൻ. അപ്പൊ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കും പൗലോസ് 3 മാർപ്പാപ്പ. സ്ഥാപിതമായത് എന്നാ? 1533. അത്രയും പുറകോട്ട് പോണോ? എന്തായാലും അന്നൊരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 1886 സെപ്റ്റംബർ 1 ലയോ 13 മാർപ്പാപ്പ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ് നിങ്ങൾ കൈയടിക്കാത്തത്? ഫസ്റ്റ് റൗണ്ടിൽ 2 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിൽ ഒരു ആൻസർ തെറ്റിപ്പോയി, ഒരു ആൻസർ കറക്റ്റ് ആയിരുന്നു. എന്താ ചെയ്യണ്ടേ? ഈ സമ്മാനം അന്നയ്ക്ക് കൊടുക്കണോ അതോ ഞങ്ങൾ കൊണ്ടുപോകണോ? നിങ്ങൾ പറയുന്ന പോലെയാണ് ഇവിടുത്തെ കാര്യം. ഇവരെല്ലാവരും ഭയങ്കര സ്നേഹമുള്ള ഇടവകക്കാരാട്ടോ. എല്ലാരും പറയും അന്നയ്ക്ക് കൊടുത്തോ അന്നയ്ക്ക് കൊടുത്തോ എന്ന്. സാരല്ല തങ്കു, വേറെ റൗണ്ട് എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് അടിച്ചു മാറ്റാം. ഓക്കെ, അപ്പൊ ഈ സമ്മാനം കൊടുത്തേക്കാം. അതെ, നമുക്കെന്നാ സമ്മാനം തരട്ടെ? സമ്മാനം വേണോ? സമ്മാനം ഇനി ബാക്കിയുള്ളത് 3 റൗണ്ടാണ്. ഏത് റൗണ്ടാണ് അടുത്തതായിട്ട് ചൂസ് ചെയ്യുന്നത്? ജെറീക്കോ റൗണ്ട്. ജെറീക്കോ റൗണ്ട് എന്ന് പറയുന്നൊരു വിഷ്വൽ റൗണ്ടാണ്. നമ്മുടെ ഡിസ്പ്ലേയിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യും. ആദ്യം മുതൽ ശ്രദ്ധയോടെ വീഡിയോ കാണണം. ആവശ്യമായ കാര്യങ്ങൾ നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈഡിലൊരു നോട്ട് പാഡും പേനയും ഉണ്ട്, അത് യൂസ് ചെയ്യാം. നമുക്കെന്നാ വീഡിയോ കണ്ടാലോ? MST പ്രേക്ഷിതരുടെ നിസ്വാർത്ഥ സേവനത്തിന്റെ ഫലമാണ് മഹാരാഷ്ട്രയിലെ കൊഡോളിയിലുള്ള MSTയുടെ ആദ്യ തദ്ദേശീയ കത്തോലിക്ക ഗ്രാമം. അധികം അറിയപ്പെടാത്ത ഈ ഗ്രാമം ഇന്ന് പ്രേക്ഷിത ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. നൂറുമേനി ഫലം കൊയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ വിളനിലമായി മാറിയിരിക്കുന്നു. ജനങ്ങളുടെ വിശ്വാസ വളർച്ചയ്ക്കും ആത്മീയ ഉന്നമനത്തിനും വേണ്ടി ധ്യാന കേന്ദ്രങ്ങളും പ്രാർത്ഥനാ ഭവനങ്ങളും വഴി ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവജനത്തെ കൈപിടിച്ചു നടത്താൻ MST മിഷണറി വൈദിക സമൂഹത്തിന് കഴിയുന്നു. തോമസ് ലീഹായിലൂടെ കൈവന്ന വിശ്വാസ വെളിച്ചം കൈമുതലാക്കി 5 ഭൂഖണ്ഡങ്ങളിലായി ലോകം മുഴുവനിലും MST വൈദികർ തങ്ങളുടെ പ്രേക്ഷിത സാന്നിധ്യം എത്തിച്ചു കഴിഞ്ഞു. നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തോ? എഴുതിയെടുത്തു. അപ്പോൾ വരുന്ന ചോദ്യത്തിന് എന്തായാലും അന്നയ്ക്കൊരു ആൻസർ പറയാൻ പറ്റും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: തോമാസ് ലീഹായിലൂടെ കൈവന്ന വിശ്വാസ വെളിച്ചം കൈമുതലാക്കി MST വൈദികർ എത്ര ഭൂഖണ്ഡങ്ങളിൽ സേവനം ചെയ്യുന്നു? 5. നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തു എന്ന് പറഞ്ഞു. ഇതാ ചാടിയ ആൻസറും പറഞ്ഞു. അത് കറക്റ്റ് ആണോ നോക്കിയേക്കാം.
ഉത്തരം ശരിയാണ്. 5 ഭൂഖണ്ഡങ്ങളിലാണ് സേവനം ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ടിൽ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സമ്മാനം വേണോ വേണ്ടയോ എന്നൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ആ സമ്മാനം ഞങ്ങൾ തരാണ്. അന്നയ്ക്ക് ഇവിടെ 2 സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സമ്മാനം ആർക്കാ വേണ്ടേ? നിങ്ങൾക്ക്. ചേച്ചിമാർക്ക് വേണ്ടാന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ ചോദ്യം ചോദിക്കാം. ചേച്ചിമാർ ആരും കൈ പൊക്കിയില്ല. പറയാൻ പറ്റാ, ചിലപ്പോൾ ആൻസർ അവിടെ നിന്നായിരിക്കും. നിങ്ങൾ ഓഡിയൻസിനായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. മണ്ണാർക്കാട് പള്ളിയുടെ ശിലാസ്ഥാപനം നടന്നത് എന്ന് ആര്? ഞാൻ പറയാം നിക്ക്. കുറേ പേര് കൈ പൊക്കി. ആദ്യം ഓടി എൻ്റെ അടുത്ത് വരുന്ന ആൾക്ക് ഉത്തരം പറയാം. ഓടി വരണം. ആദ്യം ഓടി വരുന്ന ആൾക്കാണ് സമ്മാനം കിട്ടുന്നത്. ഉത്തരം ശരിയാണെങ്കിൽ ആർക്ക്? ഓടിവാ, ആദ്യം ഓടിവാ. ആൻസർ എന്താണ്? 1976 ജൂൺ 6 മാർ ജോസഫ് ഇരുമ്പൻ. തെറ്റായിരിക്കോളാം. തെറ്റൊന്നല്ല, ആൻസർ കറക്റ്റ് ആണ്. 1976 ജൂൺ 6 അഭിമന്യ മാർ ജോസഫ് ഇരുമ്പൻ പിതാവ്. കൈയടിക്ക്, കുറച്ചും കൂടെ ശക്തിക്കടിക്ക്. അപ്പോൾ 4 റൗണ്ടുകളിൽ 2 റൗണ്ട് കഴിഞ്ഞു. ഇനി 2 റൗണ്ട് ഉണ്ട്. അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് വേണ്ടത്? അഡ്ജൻഡസ്. തോമസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് എന്ന ഓപ്ഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ അല്ലേ? ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? സെയിന്റ് തോമസ്. സെന്റ് തോമസിനെയാണ് അന്ന് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. മിശിഹ എല്ലാ ദേശങ്ങളിലും വസിക്കുന്നു, തോമായോടൊത്ത് ഇന്ത്യയിലും എന്ന് പറഞ്ഞ വിശുദ്ധൻ. ഓപ്ഷൻസ് ഇതാണ്. വിശുദ്ധ ഗ്രിഗറിയാസൻ, വിശുദ്ധ ക്രിസോസ്റ്റോം, സെവില്ലയിലെ ഇസിദോർ, 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ജെറോം. ഈ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ജെറോം. ഉത്തരം ഉറപ്പിക്കുകയാണോ? ഉറപ്പിക്കാം. ശരിയാണെന്നുള്ള ധാരണയുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം ശരിയാണെന്ന് നോക്കാം. ഉത്തരം ശരിയാണ്. അപ്പോൾ ഈ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനുള്ള ഉത്തരം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. ആ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. കേരളീയനായ ആദ്യത്തെ മിഷണറി രക്തസാക്ഷി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഒന്നും തന്നെ ഇല്ല. ചിന്തിച്ച് ഒന്ന് ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടും. വിശുദ്ധ ദൈവസഹായം പിള്ള. കേരളീയനായ ആദ്യത്തെ മിഷണറി രക്തസാക്ഷി. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഓഡിയൻസിന്റെ സഹായം വേണോ? സഹായം വേണം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓഡിയൻസിനൊരു ഹെൽപ്പ് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ചോദിച്ചാൽ സമ്മാനം അവർക്ക് പോകും. നിങ്ങൾ ആ ഓഡിയൻസിന് ആർക്കെങ്കിലും ഇവിടെ എടുക്കും കൈ പൊക്കി. അത് കൊച്ചു എടുക്കാൻ ഏറ്റുപാടാ. വിശുദ്ധ തോമസ് ലീഹ. എന്താണ് ചിരിക്കുന്നേ? അവന് ഉത്തരം പറയാൻ ഇവിടെ ഏറ്റുവന്നു. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ? ഒന്ന് കൈയടിച്ച് നമ്മുടെ മിടുക്കിന് വേണ്ടിയിട്ട്. സന്തോഷമായില്ലേ? ആ ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കിയാലോ? നോക്കാം. ഫാദർ ജെയിംസ് കോട്ടയിൽ SJ, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ സമ്മാനം ആർക്കാ? ആർക്കാ? ഞങ്ങൾക്ക്. നല്ലൊരു കൈയടി അടിച്ചേ. അന്നെ ഞങ്ങളൊരു സമ്മാനം മേടിച്ചു. അന്നെ ഒരു 2 സമ്മാനം അല്ലേ? 2 സമ്മാനം മേടിച്ചു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഒരു പ്രോഗ്രാം കണ്ടാലോ? നീ കാണാം. എന്താ നിങ്ങൾ എങ്ങനെയാ? പ്രോഗ്രാം വേണോ? അടുത്ത റൗണ്ട് വേണോ? അപ്പൊ അടുത്തതായിട്ട് ശ്രീകൃഷ്ണപുര ഇടവകയിൽ നിന്നും ഗ്രൂപ്പ് ഡാൻസുമായിട്ട് കൊച്ചു മിടുക്കികള് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകാണ്. കൈയടിച്ച് നമുക്ക് അവരെ സ്വീകരിച്ചാലോ? വെൽക്കം.
యెహోవనా మొరలాలించెను తన మహాదయను నన్ను గణించెను. యెహోవనా మొరలాలించెను తన మహాదయను నన్ను గణించెను. అహర్నిశలదీనహీనుడగు నాదు ఆయనెడు ధ్వని గ్రహించి మనిపెను. యెహోవనా మొరలాలించెను తన మహాదయను నన్ను గణించెను. అనీతి వస్త్రమెడలించెను యేసునాథు రక్తమున ముంచెను. అనీతి వస్త్రమెడలించెను యేసునాథు రక్తమున ముంచెను. వినూత్న యత్నమిదను నీ ఎన్నడు గనన్ వినన్ ప్రేమ నాకు చూపెను. యెహోవనా మొరలాలించెను తన మహాదయను నన్ను గణించెను. విలాపములకు చెవినిచ్చెను శ్రమ కలాపములకు సెలవిచ్చెను. విలాపములకు చెవినిచ్చెను శ్రమ కలాపములకు సెలవిచ్చెను. శిలానగముపైకి లాగినను సుఖ కళావళుల్ మనసులోన నిలిపెను. యెహోవనా మొరలాలించెను తన మహాదయను నన్ను గణించెను. యెహోవనా మొరలాలించెను తన మహాదయను నన్ను గణించెను. അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? ഇനി അവശേഷിക്കുന്നത് മാർഗം റൗണ്ടാണ്. ഈ റൗണ്ടിൽ വിശുദ്ധരെയോ വാഴ്ത്തപ്പെട്ടവരെയോ സ്ക്രീനിൽ കാണിക്കും. നമുക്ക് നോക്കാം ആരെയാണ് കാണിക്കുന്നതെന്ന്. വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ മറിയം ത്രേസ്യ, ആരെയാണ് സെലക്ട് ചെയ്യുന്നത്? വിശുദ്ധ മറിയം ത്രേസ്യ. വിശുദ്ധ മറിയം ത്രേസ്യനെയാണ് അന്ന സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: മറിയം ത്രേസ്യയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത് എന്ന് ആര്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചോയ്സ് ഇല്ല. അപ്പം ചിന്തിച്ച് ആലോചിച്ച് പറയുവാണെങ്കിൽ നമുക്കൊരു ഉത്തരം ശരിയായിട്ട് തന്നെ പറയാൻ പറ്റും. 2005 വർഷം മാത്രമാണ് ഓർമ്മയുള്ളൂ. അത് കറക്റ്റ് ആണോ? എനിക്ക് ഓർമ്മ വരുന്നില്ല. ഓർമ്മ വരുന്നില്ല. ഒരു കാര്യം, ഓഡിയൻസിന് ആർക്കെങ്കിലും ആൻസർ അറിയാമോ? ദേ അവിടെ ഒരു മിടുക്കി കൈ ഉയർത്തിയിട്ടുണ്ട്. വേദിയിലേക്ക് കടന്നു വരാമോ? നല്ലൊരു കൈയടി കൊടുത്തേ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഏപ്രിൽ 9. വർഷം ഓർമ്മയുണ്ടോ? 2000. അപ്പോൾ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആൻസർ കറക്റ്റ് ആണ്. 2000 ഏപ്രിൽ 9 ജോൺ പോൾ രണ്ടാമൻ പാപ്പ. പേരെന്താ? നെറ്റ്ലിയ. അപ്പോൾ അന്നയ്ക്ക് ആൻസർ കിട്ടിയില്ല.
അപ്പം നെറ്റ്ലി ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് വന്ന് ഒരു ആൻസർ പറഞ്ഞു. അന്നയുടെ ഓഡിയൻസ് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയപ്പോൾ നമ്മൾ ഓഡിയൻസിനെ ഹെൽപ്പ് മേടിച്ചായിരുന്നു. അതിൻ്റെ സമ്മാനവും അന്നയ്ക്ക് ആ റൗണ്ടിൽ കിട്ടി. അപ്പോൾ ഈ റൗണ്ടിൽ ഈ സമ്മാനം നമുക്ക് നെറ്റ്ലിക്ക് കൊടുത്താലോ? കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് എടുത്ത് നമ്മുടെ നെറ്റ്ലിക്ക് കൊടുത്തോ. അന്നയുടെ 4 റൗണ്ട് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഓഡിയൻസിന് ഒരു ചോദ്യം കൊടുത്തിട്ട് നമുക്ക് ജനറൽ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ചോദ്യം ഇതാണ്: മണ്ണാർക്കാട് ടൗൺ പ്രസാദമാതാ പള്ളി നിത്യാരാധന പള്ളിയായി ഉയർത്തപ്പെട്ടത് എന്ന്? എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ അറിയാൻ പറ്റും. അടിപൊളി ഓഡിയൻസ് ആണ്. ഓടി ആദ്യം എൻ്റെ അടുത്ത് വരുന്ന ആൾക്ക്. ഇനി എന്താ ചെയ്യാ? നിങ്ങൾ ഓഡിയൻസ് ഉണ്ടോ? ആരാദ്യം കൈപ്പൊക്കി? പിള്ളേരായിരുന്നോ ചേച്ചിയായിരുന്നോ? ചേച്ചിയാണ് ആദ്യം കൈപ്പൊക്കുന്നത്. ഒരു കാര്യം ചെയ്യാം മക്കളെ, നമുക്ക് ചേച്ചിക്ക് ഒരു ചാൻസ് കൊടുക്കാം. അടുത്തേല് വിളിക്കാം. ഓക്കെ, 2006 സെപ്റ്റംബർ 8. ഉത്തരം ശരിയാണോ? എല്ലാവർക്കും ഉറപ്പാണ്. അപ്പം ഉത്തരം ശരിയാണോ? അവർക്ക് 100% ഉറപ്പാണ്. ദേ ഇവിടെ മിടുക്കന്മാർ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആൻസർ കറക്റ്റ് ആണ്. 2006 സെപ്റ്റംബർ 8. നല്ലൊരു കൈയടി കൊടുത്തു നമ്മുടെ ചേച്ചിക്ക്. കയ്യടി മാത്രമല്ല, സമ്മാനമുണ്ട്. അത് ഞങ്ങൾ തരാം. ഇനി അന്നയ്ക്ക് ബാക്കിയുള്ളത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡയറക്റ്റ് ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: ശ്രീകൃഷ്ണപുരം സെന്റ് ജോസഫ്സ് ഇടവകയുടെ പ്രഥമ വികാരി ആര്? ഫാദർ അബ്ദുൽനാഥ് CMI. ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആൻസർ കറക്റ്റ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാം. ഫാദർ അബ്ദിയാസ് CMI ആൻസർ കറക്റ്റ് ആണ്. കൈയടിക്കി. അപ്പോൾ 4 റൗണ്ടും ജനറൽ ക്വസ്റ്റ്യനും ദാ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. 2 ഉത്തരം തെറ്റിപ്പോയത് കൊണ്ട് നമുക്ക് മെമൻറ്റോ ഇല്ല. പക്ഷെ ആ സമ്മാനങ്ങളും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗുമായിട്ടാണ് പോകാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? പപ്പ വന്നിട്ടുണ്ട്. പപ്പ ഈ സമ്മാനങ്ങൾക്കൊന്ന് പിടിക്കാനായിട്ട് പ്രേക്ഷിത വാഹനിലേക്കൊന്ന് വരാമോ? നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ സമയമായി. ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ദാ നമ്മുടെ ഫസ്റ്റ് പാർട്ടിസിപ്പൻറ്റ് സമ്മാനങ്ങളൊക്കെ ആയിട്ട് പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് പോയിട്ടുണ്ട്. ബാക്കി ഇനി പാർട്ടിസിപ്പൻസ് ഉണ്ട്, സമ്മാനങ്ങളുണ്ട്, ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഈ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? അതിനുള്ള സമയമായെന്നാണ് തോന്നുന്നത്. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: കർത്താവേ, അങ്ങയുടെ വലത് കൈ ശക്തിയാൽ മഹത്വമാർന്നിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലത് കൈ ശത്രുവിനെ ചിതറിച്ചിരിക്കുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യമുണ്ട്, പ്രേക്ഷിത പ്രവർത്തനം. ഈ ദൗത്യത്തിനായി ഇറങ്ങിത്തിരിക്കുന്നവരുടെ മുൻപിൽ ഉയരുന്ന ഏതു മലയെയും തകർക്കാൻ തക്കവിധം ശക്തനായ ദൈവമാണ് നിങ്ങളുടെ സ്നേഹപിതാവായ ദൈവം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാൻഡോ മിഷൻ ക്രിസ്റ്റേമെന്റ്. ദിസ് ഇസ് ലിഖിത. ദിസ് ഇസ് തങ്കമണി. സൈനിങ് ഓഫ്. താങ്ക് യു. പ്രേക്ഷിതവാഹിനി വന്നിര പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്നായി ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ